നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ? ഡു ദേ ലവ് യു ആസ് യു ഡു? ഡെഫിനിറ്റ്ലി നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലാണെന്ന് കാണുന്നുണ്ട്. വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു ഇത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരണമോ വേണ്ടയോ എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെയോ മനസ്സിലുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനത്തിലെത്താൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിന് ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് മാനസികമായിട്ട് നിങ്ങൾ തകർന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് തന്നെ ഇപ്പോൾ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ആൻഡ് യെസ്, തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരും എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് കിട്ടുന്നത്. അവർ ഉടനെ തന്നെ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അവരായിട്ട് തന്നെ നിങ്ങൾ അർഹിക്കുന്ന ഒരു സ്നേഹം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, യു ക്യാൻ ട്രസ്റ്റ് ദിസ് റിലേഷൻഷിപ്പ്. നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ട്രസ്റ്റ് ഇഷ്യൂസ് എല്ലാം മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് യെസ്, നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിന് വിരാമം ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഒത്തിരി നാളുകളായിട്ട് ഈ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. വളരെ വളരെ ക്ഷമയോടുകൂടി തന്നെ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഒരു സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു കാര്യം നിങ്ങൾ നേടിയെടുക്കും എന്നുള്ളതാണ് കാണുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ഒരുപാട് സ്നേഹമാണെങ്കിലും നിങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നുണ്ട്. യെസ്, ന്യൂ ബിഗിനിങ്. തീർച്ചയായിട്ടും ആ ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. ഇപ്പോൾ കാർഡ്സുകൾ കാണുന്ന പോസിറ്റിവിറ്റി നമുക്ക് പറയാണ്ടിരിക്കാൻ കഴിയില്ല. പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആണ് എല്ലാം വന്നിട്ടുള്ളത്. നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ ഉണ്ടായത് വലിയൊരു കോൺഫ്ലിക്ട്സ് നിങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ടായിരിക്കണം. മേ ബി ട്രസ്റ്റ് ഇഷ്യൂസ് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിക്ക് അർഹിക്കുന്ന ഒരു സ്നേഹം നൽകിയിട്ടില്ല, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് നൽകിയിട്ടില്ല. ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ സ്ട്രോങ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ് നടന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ മാനസികമായിട്ട് അകന്നു പോയതായിട്ടാണ് കാണുന്നത്. പക്ഷെ ഈ വ്യക്തി ഇപ്പോൾ വളരെ ശക്തമായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ആ വ്യക്തി നിങ്ങളെ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്, വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് മാറണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒത്തിരി മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഒരുപാട് ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ ഈ വ്യക്തിക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ ആഴത്തിലുള്ളൊരു പ്രണയമാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അർഹിക്കുന്ന ഒരു സ്നേഹം ആ വ്യക്തി നിങ്ങൾക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ വ്യക്തി തിരികെ വരുന്നതായിരിക്കും. ഈ വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരുന്നതായിരിക്കും. ഈ വ്യക്തി ചിലപ്പോൾ ഈ റീഡിങ് കേൾക്കുന്ന സമയത്ത് തന്നെ ഈ വ്യക്തിയിൽ നിന്നും പോസിറ്റീവായിട്ടുള്ളൊരു ആക്ഷൻ എടുക്കുന്നതായിരിക്കും. ആ വ്യക്തിയിൽ നിന്നും പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ആ ഒരു മിറാക്കിളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആയിട്ട് മാറുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊരു സാഹചര്യമാണോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണോ അതിൽ നിന്നുള്ളൊരു ഫ്രീഡം ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഈ വ്യക്തി ഇത്രയും നാളും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് നൽകിയിട്ടില്ല. ആ ഒരു കെയർ അറ്റൻഷൻ ഒന്നും നിങ്ങൾക്ക് നൽകിയിട്ടില്ല. ബട്ട് ഈ ഒരു സമയത്ത് ആ വ്യക്തി അതെല്ലാം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു സെപ്പറേഷനിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം വർദ്ധിച്ചു, ആ സ്നേഹത്തിന്റെ ആഴം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്കായിട്ടുള്ള ആ ഒരു പ്രണയം അവരുടെ മനസ്സിൽ അവർ വളരെ പ്രഷ്യസ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് കാണുന്നുണ്ട്. യെസ്, അത്രയധികം ഒരു സ്നേഹം അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർക്ക് എന്താണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ വളരെ പ്രയാസകരമായിട്ട് തന്നെ അവർ ഒരു സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യാൻ പോലും ശ്രമിക്കുന്നുണ്ട്. അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ്
നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. യെസ്, എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ വ്യക്തിക്കുള്ളതെന്ന് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഒരു സെയിം സിറ്റുവേഷൻ ആയിരിക്കാം. ഈ വ്യക്തിയിൽ നിന്നുണ്ടായ ഈ ഒരു അവഗണനയായിരിക്കാം, ഈ ഒരു സെപ്പറേഷൻ ആയിരിക്കാം നിങ്ങളെ ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ വ്യക്തിയിൽ നിന്നും. യെസ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ ഒരു ബാലൻസിങ് ലെവലിലോട്ട് മാറുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ലവ് എനർജി ആണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു ബാലൻസ് കൊണ്ടുവരുന്നതാണെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ അത്രമാത്രമുള്ള ഒരു പ്രണയം നിങ്ങൾക്കായിട്ടുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൊമെന്റ് വെൻ വി വിൽ ബി ടുഗദർ. ഓക്കെ, നിങ്ങൾ ഒന്നിച്ച് ചേരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ആ വ്യക്തി ഇനിയും വെയിറ്റ് ചെയ്യുന്നത്. ഐ ഫിയർ യു വിൽ നെവർ ഫർഗീവ് മീ. ഓക്കെ, അവരോട് നിങ്ങൾ ക്ഷമിക്കില്ല എന്ന് പോലും അവര് ഭയപ്പെടുന്നുണ്ട്. ഓക്കെ, ഐ നീഡ് യുവർ ടൈം ആൻഡ് കമ്മിറ്റ്മെന്റ്. ഐ നോ യു ഐ ഡിഡ്ന്റ് പ്രൊവൈഡ് യു ദ തിങ്സ് യു ഡിസേർവ്, ബട്ട് നൗ ഐ ആം റെഡി. യെസ്, ഈ ഒരു കാര്യത്തിലാണ് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ളത്. നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹവും കമ്മിറ്റ്മെന്റും ഒന്നും ഈ വ്യക്തി നൽകിയിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോൾ ആ വ്യക്തി റിയലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ നിങ്ങൾ അർഹിക്കുന്ന എല്ലാ സ്നേഹവും കമ്മിറ്റ്മെന്റും ഒക്കെ നിങ്ങൾക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഐ കാൺട്ട് ഗിവ് യു ഫോൾസ് ഹോപ്പ്. തെറ്റായിട്ടുള്ള ഒരു പ്രതീക്ഷകളും നൽകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. യു ആർ മൈൻ, ഐ ലവ് യു. ഓക്കെ, നിങ്ങൾ അവരുടേതാണ്, അത്രമാത്രം നിങ്ങളെ അവർ സ്നേഹിക്കുന്നു എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഐ മിസ് യു വെരി ബാഡ്ലി. നിങ്ങളെ അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ എം സീയിങ് യു ഇൻ മൈ ഡ്രീംസ്. ഓക്കെ, അത്രമാത്രം അവർക്ക് ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഡ്രീംസിൽ എപ്പോഴും അവർ നിങ്ങളെ കാണാറുണ്ട്. ഐ മിസ് യു. ഓക്കെ, അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ എം സോറി. അവർ നിങ്ങളോട് സോറി പറയുന്നു. ആൻഡ് ഫൈനലി ഐ കാൺട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു. ഓക്കെ, തീർച്ചയായിട്ടും ഈ ഒരു മെസ്സേജസിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ളത് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം അവർക്ക് നിങ്ങളോട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ.